ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ആരാധകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ക്വാളിഫയർ 1 മത്സരമാണ് നടക്കുന്നത്. നിലവിലെ ജേതാക്കളായ RCBയുടെ എതിരാളികൾ ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 ധരംശാലയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരവുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർ അവർ കിരീടം നേടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കഴിഞ്ഞ കുറെ സീസണുകളായിക്കൊണ്ട് അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതായത് 2011 മുതൽ ആകെ 15 തവണയാണ് ക്വാളിഫയർ 1 മത്സരങ്ങൾ നടന്നിട്ടുള്ളത്. അതിൽ 12 തവണയും ക്വാളിഫയർ 1ൽ വിജയിച്ച ടീമുകളാണ് IPL ട്രോഫി നേടിയിട്ടുള്ളത്. അതായത് 15 ക്വാളിഫയർ 1 മത്സരങ്ങളിൽ 12 തവണയും വിജയിച്ച ടീമുകൾക്ക് കിരീടം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ക്വാളിഫയർ 2 മത്സരങ്ങൾ വിജയിച്ച് വരുന്ന ടീമുകൾക്ക് കിരീട സാധ്യത കുറവാണ്. ക്വാളിഫയർ 1ൽ വിജയിക്കുന്ന ടീമുകളാണ് മിക്കവാറും കിരീടങ്ങൾ നേടുന്നത് എന്നാണ് ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് 2011 ചെന്നൈ സൂപ്പർ കിങ്സ് ക്വാളിഫയർ 1 മത്സരം വിജയിച്ചു, പിന്നീട് അവർ കിരീടം നേടി. 2012ലും 2014ലും കൊൽക്കത്ത ഇതുപോലെയാണ് ട്രോഫി നേടിയത്. 2015 മുംബൈ ഇന്ത്യൻസ്, 2018 ചെന്നൈ സൂപ്പർ കിങ്സ്, 2019 മുംബൈ ഇന്ത്യൻസ്, 2020 മുംബൈ, 21 CSK, 22 ഗുജറാത്ത് ടൈറ്റൻസ്, 23 CSK, 24 കൊൽക്കത്ത, 25 RCB. ഇവർ എല്ലാവരും ഇങ്ങനെയാണ് കിരീടം നേടിയിട്ടുള്ളത്. ക്വാളിഫയർ 1ൽ വിജയിക്കുന്നു, എന്നിട്ട് പിന്നീട് IPL ഫൈനൽ വിജയിച്ചുകൊണ്ട് കിരീടം നേടുന്നു. ക്വാളിഫയർ 2ൽ വരുന്ന ടീമുകൾ പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ അഥവാ 2025 RCBയും ഇങ്ങനെ തന്നെയാണ് കിരീടം നേടിയിട്ടുള്ളത്. അതായത് ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് കിരീട സാധ്യത കൂടുതലാണ് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.